ഇല്ല, കുറച്ച് കഴിഞ്ഞ് വിളിക്കേ. അതെ, ചേട്ടനൊരു പൂജയിലാണ്. ഓക്കെ. ഹലോ. ഇല്ല, പൂജയിലാണ്. അയാള് പ്രസംഗിക്കട്ടോ. വെള്ളമടിക്കുന്ന ഗാന്ധിയനെന്നും പറഞ്ഞ് നമ്മൾ പോസ്റ്റ് ഒട്ടിക്കും. വേണ്ട വേണ്ട വേണ്ട, പ്രസംഗം തടസ്സപ്പെടുത്തൊന്നും വേണ്ട. ശരി ശരി, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. இது ரொம்ப அநியாயம்டா. எவ்வளவு நேரமா நான் உன் அண்ணனை காத்துக்கிட்டு இருக்கேன். வந்திருக்கிறது பழனிவேல் செட்டியார்னு அவனுக்கிட்ட சொல்லியா? എല്ലാം വേണ്ടതുപോലെ ചേട്ടൻ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ പൂജ കഴിയാതെ കാണാൻ പറ്റില്ല. அவ்வளவு பெரிய டைம் எடுக்குது. இது என்ன பெரிய யாகமா? உனக்கு தெரியாத சுகா, இந்த ஸ்டேட் பூரா கண்ட்ரோல் பண்ணிட்டு இருக்கிற மேடையில் தேவராஜ் இல்லையா? അവൻ തർണാകയിലെ എന്റെ ബംഗ്ലാവിന്റെ പൂമുഖത്ത് മേൽമുണ്ടഴിച്ച് അരയി കെട്ടി എന്റെ വറവും കാത്തിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എപ്പോഴോ ലീസിനെടുത്ത് അവരുടെ ലൊടുക്ക് ടാങ്കർ ലോറി പൂരാ സ്പിരിറ്റ് നിറച്ച് ആന്ധ്ര ബോർഡർ കടത്തിക്കൊടുത്ത ഞാൻ താൻ. ബാക്ക് ഇൻ 1972 ഒരു ചില്ലിക്കാശ് ഞാൻ വാങ്ങിയില്ലേ. എല്ലാമേ ക്രെഡിറ്റ് താൻ. പുരിയുതാ? പിന്നവൻ വച്ചടി വളർന്നു. എനക്ക് നാൾക്ക് നാൾ നാശം. നിന്റെ ചേട്ടന് പഴയതൊന്നും ഓർമ്മയേ ഇല്ല. ஞாபகமே கிடையாது. பழனிவேல் செட்டியாருக்கு யாருடைய சௌஜன்யம் வேணாம். ஆனா ஒரு சின்ன அட்ஜஸ்ட்மெண்ட் இந்த தடவை உன் அண்ணன் அதனுக்கு செய்துதான் ஆவணும். വണക്കം മുതലാളി, എത്ര നാളായി കണ്ടിട്ട്. സൗഖ്യമാ? ഞാൻ നിന്നെ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് 3 മണിക്കൂറാച്ചു. എവിടെ തിരിഞ്ഞാലും ശത്രുക്കളാ ചെട്ടിയാരെ. അതുകൊണ്ടൊരു പൂജ കഴിപ്പിച്ചു. ശത്രു സംഹാരം. ദേവരാജ, നിനക്കറിയാമല്ലോ എന്റെ സ്ഥിതി. എങ്ങോട്ട് തിരിഞ്ഞാലും കഷ്ടവും നഷ്ടവും മാത്രം. നീ എനക്കൊരു ഉദവി പണ്ണണം. കണ്ടിപ്പാ പണ്ണണം. എന്നാ? കേരളത്തിലെ ലിക്കർ പോളിസി മാറിയതിന്റെ പിന്നിൽ നീയാണെന്ന് എനിക്ക് തെരിയും. നീ മനസ്സ് വെച്ചാ കേരളത്തിലെ സ്പിരിറ്റ് ബിസിനസ് മുഴുവൻ എനിക്ക് കിട്ടും. ലൈക്ക് ഓൾഡ് ടൈംസ് നമുക്കൊരു പാർട്ണർഷിപ്പ് ഡീൽ. ചെട്ടിയാർക്ക് എന്റെ രീതികൾ അറിയാമല്ലോ. ഐ ബിലീവ് ഓൺലി ഇൻ ക്യാഷ് ഡൗൺ ബിസിനസ്. ഏത് പർട്ടീഷന് മുമ്പും കാശ് മേശപ്പെട്ട് വെക്കണം. അതാ എന്റെ ഒരു രീതി. ദേവരാജ, നീ എന്നെ സഹായിക്കണം. ഫോർ ഓൾ ടൈം സേക്ക്. ഐ എം സോറി, നോ നെഗോഷിയേഷൻ റിഗാർഡിംഗ് ദിസ്. നിനക്ക് വേണ്ടത് ഞാൻ കൊണ്ടുവന്നിരിക്കേ. കാശാണോ? എത്രയുണ്ട്? சொல்றேன்டா. സ്വീറ്റ് മെമ്മറീസ്. ഇത് പൂരാ നിனைവുകൾ. നിന്റെ കഴിഞ്ഞ കാലത്തിന്റെ തെളിവുകൾ. ഇത് ഉന്നുടെ പാസ്റ്റ്. എന്നെങ്കിലും ഒരിക്കൽ പ്രയോജനപ്പെടുമെന്ന് കരുതി സൂക്ഷിച്ചു വെച്ചതാണിതെല്ലാം. കേരളത്തിലെ പത്രങ്ങൾക്കും ചാനലുകൾക്കും നാളത്തേക്കൊരു സെൻസേഷണൽ ഹെഡ്ലൈൻ. നീ ആരിപ്പോ കേരളത്തിലെ പെരിയ വ്യവസായി. ഇത് വെളിയിൽ വന്ന ജനങ്ങൾ ഉന്നെ ഉയിരോടെ എരിച്ചിടുവാങ്ക. നൗ ക്യാൻ വി ടോക്ക് ബിസിനസ്? ഷുവർ. ശരി. ഇത് ചെട്ടിയാരുടെ ഫേവറേറ്റ് ഐറ്റമാ. നല്ല ശുദ്ധമായ വാറ്റ്.
എടേ ദേവരാജ, നോ ഹാർഡ് ഫീലിങ്സ്. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ടാ. എടേ ദേവരാജ, എന്നെ ഇത് എന്നെ ദേവരാജ ഇത് ഹലോ, അതെ എസ് ഐ ഈപ്പനാടോ? എപ്പോ? ഞാൻ അങ്ങോട്ട് വരാം. ഇത് ഓട്ടം പോവോ? ഇത് പോവില്ല. അവിടെ അവിടെയോ? അവിടെ പോവോ? എങ്ങോട്ടാ? കേറ്. കേറ് കേറ്. 50 രൂപയാവും. അവിടെ തന്നെ കാണാൻ വർത്താനം വേണ്ടെന്ന് വെച്ചിട്ട് പറയാ. ഇത് വർക്ക് ചെയ്യില്ലേ? ഇത് ഓടില്ലേന്ന്? ഓടും, പക്ഷെ ഓടിക്കാറില്ല. അതെന്താ? അതങ്ങനെയാ. കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട സാറേ. 50 രൂപയ്ക്ക് സമ്മതമാണേ പോ, അല്ലെങ്കിലേ ആളെ മെനക്കെടുത്ത് അത് വണ്ടി കാലിയാക്കി. അങ്ങനെ പറഞ്ഞാൽ ശരിയാവോ? സ്റ്റാൻഡിൽ കിടക്കുന്ന ഓട്ടം വിളിച്ചപ്പോ ഉണ്ടേ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങിക്കേ. ഇറങ്ങാൻ. ആഹാ, ഇങ്ങോട്ട് ഇറങ്ങാൻ. ഇറങ്ങിക്കേ. വേണ്ട വീര, എന്താണ് രാവിലെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിള്? പുതുതായിട്ട് വകുപ്പ് പഠിപ്പിക്കാമെന്ന സാറാ. സ്റ്റാൻഡിൽ കിടക്കണ ഓട്ടോ വിളിച്ചാ പോണം, അതും മീറ്റർ ഇട്ട് ഓടണം. സംശയം വല്ലോണ്ട് ചോദിച്ച് ക്ലിയർ ആയിക്കോ. എപ്പോഴും സാറിനെ കൈ കിട്ടിന്ന് വരില്ല.
ഒന്ന് മാറിക്കേ. അണ്ണാ വണക്കം. വണക്കം വണക്കം. എന്താടാ ദൈവം. എന്താണ് പ്രശ്നം? അതെ ചേട്ടാ, ഞാനിവിടെ ആദ്യമായിട്ടാണ്. ആ. ഈ സ്ഥലം നല്ല പരിചയം പോരാ. ആ. ഫോണിന്റെ അഡ്രസ് കയ്യിലുണ്ട്. ഈ ചങ്ങാതിയുടെ ഓട്ടോയിൽ കയറിയപ്പോ മൂപ്പര് പറയാ അവിടം വരെ പോകാൻ 50 ഉറുപ്പ്യാവൂത്രേ. മീറ്ററിൽ കാണുന്ന തുക തരാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കണമില്ല. ഇവിടെ മീറ്റർ ഓടിക്കില്ല അത്രേ. അത്രേ ഉള്ളൂ. ഇത് വെറും സിമ്പിൾ ഇഷ്യൂ അല്ലേ? അതെയോ? നമുക്ക് വഴിയുണ്ടാക്കാം സാറേ. സാർ ഇപ്പൊ പറഞ്ഞില്ലേ ഇവിടെ ആദ്യമായിട്ട് ആ സ്ഥലം നല്ല പരിചയമില്ലാന്നൊക്കെ. ഉവ്വ്. അതായതിന്റെ ഒരു മൂല കാരണം ഈ നാടത്ര ശരിയല്ല സാറേ. ഇവന്മാരൊക്കെ മഹാപെശക ടീമുകളാണെന്നേ. അതുകൊണ്ട് രാവിലെ വഴക്കിനും വക്കാണത്തിനും നിൽക്കാതെ പറഞ്ഞ കാശും സംബന്ധിച്ച സ്ഥലം വിട്ടോ. കൂടെ ലേഡീസ് ഒക്കെ ഉള്ളതല്ലേ. എടാ വേറെ വണ്ടി എടുത്തോ, സംഗതിയൊക്കെ സോൾവ് ആയി. അതെ ചേട്ടാ, നമ്മളാരാ മനസ്സിലായില്ല. ഓഹോ, നമ്മളൊരു പാവം അല്ലറയിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനമൊക്കെ ഉണ്ട്. ഓൾ കേരള ഓട്ടോ ഡ്രൈവേഴ്സ് കോൺഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറിയാണ് സദാനന്ദൻ. ഹാവു, ആശ്വാസായി. അതെ സദാനന്ദൻ ജി, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാ എനിക്ക് ഈ ഓട്ടോയിൽ തന്നെ പോണം. അതും മീറ്റർ ഇട്ട് തന്നെ പോണം. അതൊരു സാധാരണ ഉപഭോക്താവിന്റെ അവകാശമല്ലേ. സദാനന്ദൻ ജിയെ പോലൊരു തൊഴിലാളി നേതാവിന് അത് മനസ്സിലാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. അവകാശം പറയാൻ കാലുകുത്തിയ കളം തെറ്റിപ്പോയി മോനു. വെറുതെ വെടക്കാക്കാൻ നിൽക്കണ്ട. നല്ല ബുദ്ധി പറഞ്ഞോട് പെങ്ങളെ. കൈയെടുക്കും. കൂടുതൽ ഷൈൻ ചെയ്യില്ലേ. ഞാനൊന്ന് കഴിഞ്ഞൊടിച്ചാൽ ഈ പിള്ളേരെല്ലാം കൂടി കൊത്തി മുറുക്കും. പിന്നെ എന്താ ഇവിടെ പ്രശ്നം സാധനം? ഈ പുന്നാരമോൻ എന്റെ കാലിന്റെ ഇടയിൽ തന്നെ ചെയ്ത് പഠിക്കണമെന്ന് പറഞ്ഞു കൊടുറോ അവനോട്. മൊയിലേറെ ഓത്തൊളിപ്പിക്കണ്ടാവുന്ന. എന്താടാ നിനക്ക് കോർക്കാൻ സദാൻ ചെയ്യാൻ കിട്ടിയുള്ളോ? ഇല്ല സാർ, ഞാൻ ഓട്ടം വിളിച്ചപ്പോ മീറ്റർ ഇട്ട് പോവാൻ. മീറ്ററോ? എന്ത് മീറ്റർ? അല്ല സാർ, ഞാൻ ഈ ഓട്ടോയോ? ഏതോട്ടോ? സാറിന്റെ അമ്മായിയമ്മയ്ക്ക് പേറ്റുനോവുണ്ടായപ്പോ കെട്ടിയെടുത്തോണ്ട് പോയ ഓട്ടോ ഇല്ലേ, സെയിം ഓട്ടോ. പോലീസുകാരെയാണോടാ കളിപ്പിക്കുന്നത്? നിന്നെ ഞാൻ ഇവിടെ വാടാ. എടാ സദാനന്ദ, ഈ 3 ചക്രമുള്ള സാധനം സാധാരണക്കാരന്റെ വാഹനമാടാ. സ്ഥലപരിചയമില്ലാത്ത ഒരാൾ ഇവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ അയാളെ എത്തേണ്ടടുത്ത് എത്തിക്കാനുള്ള സാമൂഹിക ഉത്തരവാദിത്വം ഇത് ഓടിക്കുന്നവനുണ്ട്. അല്ലാതെ പുറകിലിരിക്കുന്ന യാത്രക്കാരനെ കഴുത്തറുത്തുകൊള്ള ശത്രുവായിട്ടല്ല കണ്ടത്. കേറടാ, കേറ്. നിയമം നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ. കേറ്. വണ്ടി എറാ, വണ്ടി എറാ, എറാ വണ്ടി. ചെല്ല്. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിട്ടോ. 15 ഇത് മതിയാവും.
അവിടെ ചെന്ന് ഒരു പരാതി എഴുതിക്കൂടെ, ഞാൻ നിന്നെയൊക്കെ നല്ല ചാർത്തി എന്ന് പറഞ്ഞിട്ട്. തല്ലിയതൊരു പോലീസുകാരനെ കൂടെ ആവുമ്പോ കേസ് നല്ല സ്ട്രോങ് ആവും. വണ്ടിയറാ നിക്ക്. പരാതി എഴുതി കൊടുക്കാൻ നിനക്ക് എന്റെ പേരറിയോ? ഇല്ല. ഭദ്രൻ കെ മേനോൻ.